ബിസിനസ് കാര്യങ്ങളിൽ നന്ദന ഇപ്പോൾ പഴയ ഉത്തരവാദിത്വം കാട്ടുന്നില്ലെന്ന് ഉദയൻ നന്ദനയോട്. അടുക്കള കാര്യങ്ങളിൽ ഇനിയും ഒരു വേലക്കാരിയെ പോലെ ജോലി ചെയ്യാൻ താനില്ലെന്ന് യതീന്ദ്രനോട് കാർത്തിക. മനീഷ് നന്ദനയെ കാണാൻ കുന്നത്തൂർ കോവിലകത്തെത്തുന്നു. വീട്ടിലെ വിഷമങ്ങളെക്കുറിച്ച് മനീഷ് നന്ദനെ അറിയിക്കുന്നു. മനീഷിനെ ബുദ്ധിപരമായി സമീപിക്കുന്ന യതീന്ദ്രനും കാർത്തികയും നന്ദന ചെയ്യാത്ത പരിഹാര മാർഗങ്ങൾ മനീഷിന് വാഗ്ദാനം ചെയ്യുന്നു. മനീഷിനെ ഉപയോഗിച്ച് നന്ദനയ്ക്കെതിരെ കളിക്കാനുള്ള കാർത്തികയുടെയും യതീന്ദ്രന്റെയും ശ്രമം ഇനി തുടർന്ന് കാണുക. ഹലോ, മഹേഷ് ടെക്സ്റ്റൈൽസിലുണ്ട്? ഇല്ല, ബാങ്ക് വരെ പോകാൻ ഇറങ്ങിയതായിരുന്നു. ബാങ്കിൽ പിന്നെ പോവാം. ഉടനെ കടയിലേക്ക് ചെല്ല്. എന്താ മാഡം? ഒരാളിപ്പോ ഷോറൂമിൽ വരും. മഹേഷിനെ കാണാനാ അയാളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കൗണ്ടറിൽ നിന്ന് കുറച്ച് പണം എടുത്തു കൊടുക്കണം. 50,000 രൂപ. ആ ശരി. ആരാ വരുന്നതെന്നറിയോ? ഇല്ല, ആരാ മാഡം? നന്ദനയുടെ അനിയൻ, പേര് മനീഷ്. അല്ല, അയാൾക്കെന്തിനാ നമ്മൾ പൈസ കൊടുക്കുന്നേ? കാര്യമുണ്ട് മഹേഷേ. പുതുമണം മാറാത്ത നോട്ട് വേണം കൊടുക്കാൻ. 50,000 കേട്ടോ. ആ സാർ. ആ പിന്നൊരു കാര്യം, ഈ വിവരം മഹേഷിനോട് വിളിച്ചു പറഞ്ഞത് കാർത്തികയല്ല. എന്താ സാറേ? ആങ്ങളയ്ക്ക് ടെക്സ്റ്റൈൽസിൽ നിന്ന് 50,000 രൂപ കൊടുക്കണമെന്ന് വിളിച്ചറിയിച്ചത് നന്ദനയാണ്. അങ്ങനെ താൻ നാളെ പറയാൻ പാടുള്ളൂ. മനസ്സിലായോ? ആ ശരി സാർ, മനസ്സിലായി. ആ എന്നാ കടയിലേക്ക് ചെല്ല്. ആളിപ്പോൾ എത്തും. മനീഷ് കേട്ടോ? ശരി സാർ. ശരി. പക്ഷേ എന്റെ ഫോണിൽ നിന്നല്ലേ നമ്മൾ വിളിച്ചത്. നന്ദന ഒരു കാരണവശാലും ഈ ഫോൺ ഉപയോഗിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. വീട്ടിൽ ചെന്നാലുടൻ നീ രഹസ്യമായിട്ട് നന്ദനയുടെ ഫോണൊന്ന് കൈക്കലാക്കണം. എന്നിട്ട് അതിൽ നിന്ന് മഹേഷിന്റെ ഫോണിലേക്കൊന്ന് ഡയൽ ചെയ്യണം. 1 മിനിറ്റ് സംസാരിക്കണം. ആ ലെവലാതി പയ്യന് പൈസ കൊടുത്ത കാര്യം ചോദിച്ചാൽ മതി. എന്നിട്ട് കട്ട് ചെയ്ത് ഫോൺ അവിടെ തന്നെ വെക്കണം. അപ്പോ നന്ദന മഹേഷിനെ വിളിച്ചതിന് തെളിവാകുമല്ലേ? അത്രയും മതി. ഏറ്റവും ഇളയ കുട്ടിയും മനീഷും എന്നോട് അടുപ്പം കാണിച്ചിരുന്നത്. അച്ഛന്റെ മരണത്തിന് ശേഷം മനീഷിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നത്. ബ്രദറായിട്ട് അയാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവനെന്ന് അകന്നു പോയപ്പോ എനിക്ക് കൂടുതൽ വിഷമായി. അടുപ്പമുള്ളവരും അടുപ്പം ഉണ്ടാകേണ്ടവരും അകന്നു പോകുന്നത് എന്റെ വിധിയാ. വിധി പഴിചേരാൻ അങ്ങനെ വാക്ക് കിട്ടിയ സൗകര്യമായി. എങ്കിൽ എന്നെ തന്നെ പഴിച്ചേക്കാം. ആ പയ്യൻ വന്നിട്ട് വെറും കൈയോടെ വിട്ടത് ശരിയായില്ല. സിറ്റുവേഷൻസ് തുറന്നു പറയാൻ അയാൾ തയ്യാറായില്ലേ? അതൊരു ചെറിയ കാര്യമല്ല. സ്നേഹമുണ്ടെന്നോ പഴയ ഓർമ്മകൾ മനസ്സിലുണ്ടെന്നോ പറയുന്നതിൽ അർത്ഥമില്ല. തക്ക സമയത്ത് ഒരാവശ്യത്തിന് ഉപകരിച്ചില്ലെങ്കിൽ ആ സ്നേഹം 500ന്റെയും 1000ന്റെയും പഴയ നോട്ടുകൾ പോലെയാണ്. വിലയില്ലാത്ത വെറും കടലാസ് കഷ്ണങ്ങൾ. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് വിലയില്ലല്ലോ എന്ന് ഓർത്തുപോയതാ. അതിനിടയിലും മൂല്യനിർണ്ണയം നടത്താനാണ് താല്പര്യം. ഒരു അവസരം കിട്ടിയപ്പോ പറഞ്ഞതേ ഉള്ളൂ. നമ്പർ ഉണ്ടെങ്കിൽ തന്റെ അനിയനെ വിളിച്ച് എന്തെങ്കിലും ഹെൽപ്പ് കൊടുക്കുന്നത് നന്നായിരിക്കും. സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ. ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് ഒരു കാര്യം തുറന്നു പറയാം. മനീഷിനെ എനിക്ക് അത്ര വിശ്വാസമില്ല, പ്രത്യേകിച്ച് പണത്തിന്റെ കാര്യത്തിൽ. കുറെ ദൂർത്തുമുണ്ട് അവന്റെ കയ്യിൽ. അതുകൊണ്ട് എന്താ അവന്റെ ഉദ്ദേശം എന്നൊന്ന് അറിയണം. അതുപോലെ സുമിത്രാമ്മയുടെ അറിവോടെയാണോ മനീഷ് വന്നേന്നും സംശയമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. എനിക്ക് സ്വന്തമായ സമ്പാദ്യം ഒന്നുമില്ല. ഇവിടുത്തെ പണം എടുത്തു കൊടുക്കാൻ ഞാനാരും. എനിക്ക് എന്താ അവകാശം?
നാളെ ഞാൻ ഈ വീട്ടിലുണ്ടാവുമെന്ന് പോലും ഉറപ്പില്ല. എടുക്കുന്ന പൈസ ഞാൻ തിരിച്ചു വെക്കേണ്ടി വന്നാലോ? അത്രയും കാൽക്കുലേഷൻസ് ഒക്കെ ഇതിനിടയ്ക്ക് നടത്തി. താൻ ഓഫീസ് ജോലി ചെയ്യുന്നില്ലേ? അതിന്റെ ശമ്പളം ഒന്നും എടുത്തു കൊടുക്കായിരുന്നല്ലോ. ഞാൻ ഇതുവരെ ശമ്പളം എഴുതി എടുത്തിട്ടില്ല. അതുപോലും അറിയുന്നില്ല. ചെയ്യുന്ന ജോലിക്ക് ശമ്പളം നിശ്ചയിക്കുന്നതും അത് വാങ്ങുന്നതും അവകാശമാണ്. താൻ അങ്ങനെ സൗജന്യം കാണിക്കേണ്ട കാര്യമില്ല. അതോ ത്യാഗമാണോ? ത്യാഗമൊന്നുമല്ല. ഇവിടുന്ന് പടിയിറങ്ങേണ്ട ഒരു സാഹചര്യം വന്നാ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും കയ്യിൽ വേണ്ടേ? അപ്പൊ ദീർഘവീക്ഷണമാണ്, ഒരു കരുതൽ. ദീർഘവീക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ചുറ്റുപാടിപ്പോ ഇതായിരിക്കില്ല. അതിൽ നിരാശയുടെ ഒരു ധ്വനിയുണ്ടെന്ന് തോന്നുന്നു. ധ്വനിയില്ല, നിരാശയുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ കരുതൽ അതുണ്ട്. അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? അഭിപ്രായമൊന്നും പറയാത്ത എന്താ? ദാ ചായ. ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു ഏതേട്ടാ. നന്ദനയുടെ ആങ്ങളെ വന്നില്ലേ, മനീഷ്, അയാളെ കുറിച്ച്. ആ പയ്യനെ ഓർത്ത് നിനക്കെന്താ എത്ര ആലോചന? ഒന്ന് കേൾക്കുന്നുണ്ടോ? എന്തൊക്കെ അവൻ നമ്മളോട് തട്ടിവിട്ടത്. 7-8 സ്റ്റാഫുള്ള ടെക്സ്റ്റൈൽസിന്റെ വലിയ മുതലാളിയാന്ന്. നാട്ടിൻ പുറത്തെ വെറും ഒരു ജൗളിക്കട വല്ല പൊങ്കാല സമയത്തും 10 തോർത്ത് വിൽക്കുമായിരിക്കും. അത് നമുക്ക് മനസ്സിലായ കാര്യമല്ലേ. നട്ടം തിരിഞ്ഞ് മറ്റൊരു രക്ഷയില്ലാണ്ടായപ്പോ ഇങ്ങോട്ട് വന്നതാ. അവനെ സംബന്ധിച്ചിടത്തോളം ഈ 50,000 രൂപ കിട്ടിയതെന്ന് പറഞ്ഞ ലോട്ടറി അടിച്ചതിന് തുല്യമാ. അതൊക്കെ ശരി തന്നെ. എനിക്ക് തോന്നുന്നത് വേറൊരു ഐഡിയ. അതെന്താ? അങ്ങനെ 50,000 രൂപ കൊടുത്ത് പറഞ്ഞു വിടേണ്ട ആളല്ല മനീഷ്. പിന്നെ മനീഷ് എന്നല്ല, നന്ദനയുടെ അനിയൻ. അതാണ് പ്രധാനം. ഒഴിവാക്കി വിടേണ്ടവനല്ല, നമ്മുടെ കൂടെ നിൽക്കേണ്ടവനാ മനീഷ്. നന്ദനയെ കാണാൻ വേണ്ടിയല്ല അവൻ ഇവിടെ വന്നത്. മറിച്ച് നമുക്ക് കാണാനായി ദൈവം മനീഷിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. നീ എന്തൊക്കെ പറയുന്നത്? മനീഷിനെ കുറിച്ച് എരിയേട്ടൻ എന്താ പറയാനുള്ളത്? മഹാ കുഴപ്പക്കാരനാണെന്ന എന്റെ ഒരു വിലയിരുത്തൽ. എന്ത് തരികിടയും കാണിക്കും. നന്ദനയ്ക്കതറിയാം. അതുകൊണ്ടാ നന്ദന ഒരകലോട്ട് നിന്നത്. അത് തന്നെയാ എനിക്കും തോന്നിയത്. എങ്കിലൊന്ന് ചോദിക്കട്ടെ, മനീഷ് നമ്മുടെ മുമ്പിൽ വന്നു പെട്ട ഒരു ഇരയല്ലേ? ആ ഇര ഉപയോഗിച്ച് നമുക്ക് നന്ദനെ ഒന്ന് കൊടുക്കാൻ പ്ലാനിട്ടാലെന്താ? ആലോചിക്കാവുന്നതാണ്. പക്ഷെ എങ്ങനെ? അവനെ നമ്മള് ദത്തെടുക്കുന്നു, നമ്മുടെ ഒരു സ്റ്റാഫായിട്ട്. ഇപ്പൊ അത് നന്ദനെ അറിയുന്നില്ല. എന്നിട്ട് അനിയനെ മുൻനിർത്തി ചേച്ചിക്കെതിരെ ചില നീക്കങ്ങൾ നടത്താം. അതിന് അവൻ തയ്യാറാവോ? തയ്യാറാവാതെ എവിടെ പോവാനാ? യാതൊരു പോളിസിയും ഇല്ലാത്ത കക്ഷിയാ. അതുകൊണ്ടല്ലേ നമ്മൾ 50,000 വെച്ച് നീട്ടിയപ്പോ നാണമില്ലാതെ വന്ന് വാങ്ങിച്ചോണ്ട് പോയത്. എന്നാൽ അങ്ങനെ അങ്ങ് തീരുമാനിക്കും. ടെക്സ്റ്റൈൽസിന്ന് പൈസ വാങ്ങിച്ചിട്ട് മഹേഷിനോട് നമ്പർ വാങ്ങിച്ച് അവനെന്നെ വിളിച്ചിരുന്നു താങ്ക്സ് പറയാൻ. ഇപ്പൊ അത് ഉപകാരമായി. എന്ന കൈയോടെ വിളിക്കും. ഇതാ ഫോൺ തരാം, സംസാരിക്കും. വേണ്ട വേണ്ട, നീ തന്നെ സംസാരിക്കും. അതൊരു തന്ത്രമാ. ചെക്കനൊരു ഇളക്കമുണ്ടായിക്കോട്ടെ.
कैसा मुस्कुराने जैसा धीमी बारिशें हैं ये नशा कैसा डूब जाने जैसा जागी बारिशें गजब का है ये दिन गजब का है ये दिन ഹലോ. ആ, മനീഷല്ലേ? അതെ. ഇതാരാണെന്ന് മനസ്സിലായോ? ഇല്ല. കുന്നത്തൂരിന്ന് കാർത്തികയെ, നന്ദനയുടെ. ആ ചേച്ചി, ഞാനിപ്പോ വിളിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഇതുപോലെ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ഇനി എത്രയോ വരാനിരിക്കുന്നു. മനീഷ് വീട്ടിലെത്തിയോ? ഇല്ല. പൈസ കയ്യിലുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. വീട്ടിൽ ചെന്ന് അമ്മയോട് എന്താ പറയാൻ പോകുന്നേ? അമ്മയോട് അല്ല, പറയണം. ആ എന്നാലേ ആ 50,000 രൂപ ഒരു അഡ്വാൻസ് ആണെന്ന് പറഞ്ഞാ മതി. അഡ്വാൻസോ? അതെ, കുന്നത്തൂർ ടെക്സ്റ്റൈൽസിന്ന് ഇനി മാസം തോറും മനീഷ വാങ്ങിക്കാൻ പോകുന്ന ശമ്പളത്തിന്റെ അഡ്വാൻസ്. മനസ്സിലായില്ലേ? മനീഷിനെ ഞങ്ങളുടെ ടെക്സ്റ്റൈൽസിലെ സ്റ്റാഫായിട്ട് നിയമിക്കുക. നല്ലൊരു പോസ്റ്റിലായിരിക്കും. നന്ദനയുടെ അനിയനെ മോശപ്പെട്ടൊരു കസേരയിൽ ഇരുത്താൻ പറ്റില്ലല്ലോ. അത് നന്ദേച്ചിയോട് സംസാരിച്ചായിരുന്നോ? ഇത്രയൊക്കെ ചെയ്യാൻ നന്ദനയോട് സംസാരിക്കേണ്ട ആവശ്യമില്ല മോനെ. ഞാനും മാനേജിംഗ് പാർട്ണറാ. നന്ദന ഇപ്പോ ഈ നിയമനത്തിന്റെ കാര്യം അറിയാൻ വേണ്ട. കാരണമുണ്ട്, അത് പിന്നെ പറയാം. മനീഷ് എപ്പോ വന്ന് ചാർജ് എടുക്കണമെന്ന് അറിയിക്കാം. സന്തോഷായില്ലേ? അപ്പൊ ശരി. ശരി. കുറച്ചുകൂടി സ്പീഡിൽ പോടോ. ഹരിയേട്ടന്റെ അമ്മ. അപ്പം മറന്നിട്ടില്ല. വേറെ ആരുമില്ല, ഞാൻ തനിച്ചാ വന്നത്. അകത്തേക്കിരിക്കാം. വേണ്ട, അമ്മ വരൂ, അകത്തേക്കിരിക്കാം. ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ വരൂ. ഇരിക്കൂ. ഹരിപ്രസാദിനൊന്ന് കാണാനാണെന്ന് പറഞ്ഞാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. രാവിലെ തന്നെ പുറപ്പെട്ടു. എന്നിട്ട് ഹരിയേട്ടനെ കണ്ടില്ലേ? ഞാൻ അങ്ങോട്ട് പോയില്ല, പോകുന്നുമില്ല. നന്ദനയെ കാണാനാ ഞാൻ വന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരാൻ ഹരിയുടെ അച്ഛൻ സമ്മതിക്കില്ല. നന്ദനയ്ക്ക് കുറച്ചൊക്കെ ആളിന്റെ സ്വഭാവം അറിയാലോ. അതുകൊണ്ട് അച്ചൂട്ടനോട് മാത്രം ഒന്ന് സൂചിപ്പിച്ചു. ഒരിക്കൽ നന്ദനയെ മരുമകളായി ആഗ്രഹിച്ചതാ ഞാൻ. ചെമ്പരിക്കൽ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങൾ നടത്തി. എന്റെ കാലം കഴിഞ്ഞ നന്ദനയായിരിക്കണം അവിടുത്തെ വീട്ടമ്മയെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഹരിപ്രസാദിന്റെ ആഗ്രഹത്തെ ഞങ്ങൾ അനുകൂലിച്ചു എന്ന് പറയുന്നതാവും ശരി.
പക്ഷെ വിധിച്ചത് അങ്ങനെയായിരുന്നില്ല. നടക്കേണ്ടത് നടന്നു. നന്ദനയുടെ ഭർത്താവ് ഇവിടെ ഇല്ലേ? എന്തോ ആവശ്യത്തിന് പുറത്തു പോയതാ. ഇതുവരെ വിശേഷമൊന്നും ആയില്ലേ നന്ദനയ്ക്ക്? കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ? അത് അതെന്തെങ്കിലും ആവട്ടെ. ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ വന്നതല്ല ഞാൻ. ഹരിക്ക് തൃശ്ശൂർക്ക് സ്ഥലമാറ്റം കിട്ടിയത് പുതിയൊരു മനപ്രയാസത്തിന് കാരണമാവുന്ന ഒട്ടും ഓർത്തില്ല. അല്ലെങ്കിൽ ഇങ്ങോട്ട് സ്ഥലമാറ്റം വേണ്ടെന്ന് എഴുതി കൊടുക്കായിരുന്നു. പറ്റിയത് പറ്റി. ഇനി പറഞ്ഞിട്ടെന്താ? നിങ്ങൾ തമ്മിൽ കാണാറുണ്ടല്ലേ? അതോ ഇല്ലേ? കാണാറുണ്ട്. വേണമെന്ന് വെച്ചിട്ടല്ല. ഇവിടുത്തെ ഓഫീസിൽ മാനേജറായി ജോലി ചെയ്യുന്ന ഈ പറയുന്ന സജീവ് ഹരിപ്രസാദിന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. അങ്ങനെ ആ പയ്യന്റെ വീട്ടിൽ ഹരി പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസവും തുടങ്ങി. അവിടെ പോയി നന്ദനെ അവനെ കാണാനും തുടങ്ങി. ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി ഹരിയേട്ടൻ കിടപ്പിലായി. ആ അപകടം അതിലും വലിയ അപകടത്തിലേക്കാ ചെന്നെത്തിയിരിക്കുന്നത്. സജീവനൊരു പെങ്ങളുള്ളതറിയാലോ, ശ്രുതി. ആ കുട്ടിയും ഹരിയുമായുള്ള വിവാഹം നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ കല്യാണം നടക്കുമോ എന്നുള്ള സംശയത്തിലാണിപ്പോ. ശ്രുതിയെന്നല്ല, വേറെ ഒരു പെൺകുട്ടിയെയും ഹരി കല്യാണം കഴിക്കില്ലെന്ന എനിക്കിപ്പോ പേടി. അമ്മ വിചാരിക്കുന്ന പോലെയല്ല. ഹരിയേട്ടനോട് പലവട്ടം ഞാൻ ഈ വിഷയം സംസാരിച്ചു. വേണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണോന്ന് പറഞ്ഞു കാണും. അയ്യോ, അങ്ങനെയല്ല. മതി മതി, നന്ദന കേൾക്ക്. കഴിഞ്ഞതെല്ലാം മറക്കണോന്ന് ഞാൻ പറയുന്നില്ല. ഒരു പെണ്ണിന് ചിലപ്പോ അതിന് കഴിയില്ലെന്ന് എനിക്കറിയാം. മറന്നില്ലെങ്കിലും വേണ്ടില്ല, പുതുതായി ഒന്നും ഓർക്കരുത്. എന്റെ മോനെ വെറുതെ വിടണം. അമ്മേ, നിങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നതാണല്ലോ പ്രശ്നം. ആ സ്നേഹം ഇപ്പോഴും ഉണ്ടെങ്കിൽ, ഹരിയോടുള്ള നിന്റെ സ്നേഹത്തിൽ സത്യം ഉണ്ടെങ്കിൽ, ശ്രുതിയുമായുള്ള കല്യാണത്തിന് നന്ദന അവനെ നിർബന്ധിക്കണം. അത്രയും ചെയ്യാനുള്ള ബാധ്യത നിനക്കുണ്ട്. ഹരിയെക്കൊണ്ട് ആ കുട്ടിയെ കല്യാണം കഴിപ്പിക്കണം. തൊഴുതപേക്ഷിക്കുക ഞാൻ. അമ്മേ, ഇതൊന്ന് പറയാനാ വന്നത്. അമ്മ പോവാണോ? ഒരു സഹായം കൂടി ചെയ്യണം. ഞാൻ വന്ന കാര്യം ഹരിപ്രസാദ് അറിയാൻ പാടില്ല. ആരാത്? മുമ്പ് കണ്ടിട്ടില്ല. തനിക്ക് പരിചയമുള്ള ആളാണോ? ഹരിയേട്ടന്റെ അമ്മയാ. അവര് വെറുതെ വന്നതേ ഉള്ളൂ. ആളിനെ അറിയാമെന്ന് സംബന്ധിച്ച ഒരു നല്ല കാര്യ. വീട് തെറ്റി വന്ന ഏതോ അപരിചിതയാണെന്ന് പറഞ്ഞില്ലല്ലോ.
അവരെന്തിനാണ് വന്നതെന്നുള്ള തുടർ ചോദ്യങ്ങൾ ഒഴിവാക്കുകയാണ്. എങ്കിലും റിക്വസ്റ്റുമായിട്ടാണ് അവർ വന്നതെന്ന് ഞാൻ ഊഹിക്കുന്നു. ഒരമ്മയുടെ നിലപാടിൽ നിലനിൽപ്പിന്റെ ഭാഷയിലുള്ള റിക്വസ്റ്റ്. താൻ ടെൻഷൻ ആവണ്ട, അതെന്റെ വിഷയമല്ല. പക്ഷേ ഇനി ഇതുപോലെ ആ അമ്മ ഇവിടെ കയറി ഇറങ്ങാൻ ഇടവരരുത്, ഇടവരുത്തരുത്. ഇതൊരു ഓർമ്മപ്പെടുത്തലല്ല, മുന്നറിയിപ്പാ.